ലൈംഗിക പീഡന ആരോപണത്തിന് കേസെടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ്. പ്രതിയുടെ രാഷ്ട്രീയ ബന്ധമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന ആരോപണവും ശക്തമാണ്. നെയ്യാറ്റിൻകര അവണാക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിക്ക് നേരെയാണ് ബാങ്കിലെ ജീവനക്കാരനിൽ നിന്നും ലൈംഗികാതിക്രമമുണ്ടായത്. കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നെയ്യാറ്റിൻകര അവണാക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിക്ക് നേരെയാണ് ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും ലൈംഗിക പീഡനമുണ്ടായത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ പ്രതിക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ സംരക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. അവണാക്കുഴി കോപ്പറേറ്റ് സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയായ അതിജീവിത സെക്രട്ടറിയുടെ മുറി വൃത്തിയാക്കുന്നതിനിടെ രാവിലെ 7:30 അതേ ബാങ്കിലെ പ്യൂൺ ചപ്പാത്ത് കല്ലറത്തട്ട് പുത്തൻ വീട്ടിൽ സുരേഷ് കുമാർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ലൈംഗിക അതിക്രമവും പീഡനവും നടത്തി എന്നായിരുന്നു പരാതി. വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തി നെയ്യാറ്റിൻകര CI കേസുമെടുത്തു. എന്നാൽ ഫയൽ DYSPയുടെ അടുത്തെത്തിയതോടുകൂടി നടപടിക്രമങ്ങൾ മരവിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. 2 പുരുഷന്മാരും അതിൽ ഒരു ഡയറക്ടർ ബോർഡ് പുരുഷനാണ് എൻ്റെ ഒരു ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം എന്നെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിലായിരുന്നു. ഇതൊന്നും പിന്നെ ഇതെല്ലാം പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നാടകമായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ടി കുടുംബവും CPMൻ്റെ പാർട്ടി കുടുംബവും ഞങ്ങളതിൽ നിന്നും നീതി ലഭിക്കാതെ വന്നപ്പോഴത്തേക്ക് CPM ഏരിയ സെക്രട്ടറിക്ക് പരാതി, കോവളം ഏരിയ സെക്രട്ടറിക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തു. പീഡനത്തിനിരയായ വിവരം ബാങ്ക് സെക്രട്ടറി, മാനേജർ എന്നിവരെ അറിയിച്ചെങ്കിലും വിവരം പുറത്തു പറയരുതെന്ന നിർദ്ദേശമാണ് നൽകിയത്. തുടർന്ന് ബാങ്കിലെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ സുരേഷിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരുത്തരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുരേഷ് കുമാറിനെ ഡിസംബർ 17-ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സുരേഷിനെ സംരക്ഷിക്കുന്ന ബാങ്ക് മാനേജറും സെക്രട്ടറിയും ഒത്തുചേർന്ന് ഒരു പരാതി ഡയറക്ടർ ബോർഡിന് നൽകിയ ശേഷം അന്നേ ദിവസം തന്നെ പരാതിക്കാരിയെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ബാങ്കിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയത്. വിദ്യാർത്ഥികളായ 2 പെൺമക്കളും രോഗിയായ ഭർത്താവും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക വരുമാനം ഇല്ലാതാക്കിയെന്നും പാർട്ടി കുടുംബാംഗം കൂടിയായ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയിൽ നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാരിയും കുടുംബവും. ന്യൂസ് 18 നെയ്യാറ്റിൻകര.